അയ്യാ വണക്കം. പല ടൈപ്പ് ന്യായീകരണങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ കത്തോലിക്ക സഭയുടെ പേരിൽ അറിയപ്പെടുന്ന ദീപിക എന്ന് പറയുന്ന മാധ്യമം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന സ്ത്രീകളെ വശീകരിച്ച് ഗർഭം ധരിപ്പിച്ച് സ്ത്രീകളെ ട്രോമയിലേക്ക് തള്ളിവിടുന്ന ഒരു പെർവർട്ടിനെ ഇത്ര ഗംഭീരമായിട്ട് ന്യായീകരിക്കുന്നത് ആദ്യമായിട്ട് കാണുകയാണ് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഉയർന്നു വരുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത്. അതായത് കത്തോലിക്ക സഭയുടെ ദീപിക എന്ന് പറയുന്ന ഈ പത്രം ഇതിൻ്റെ ഓൺലൈൻ എഡിഷനിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള പല രീതിയിലുള്ള വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ടിറ്റോ ആൻ്റണി മേച്ചേരി എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അത് കഴിഞ്ഞിട്ട് കാര്യത്തിലേക്ക് വരാം. ഇതാണ് അപർണ ടെസ്ലി സണ്ണി, ഒരു മാധ്യമപ്രവർത്തകയുടെ പേരാണ്. ദീപിക ന്യൂസിലെ ഒരു മാധ്യമപ്രവർത്തകയാണ്. അമ്മ ജിൻസി സണ്ണി കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. പക്ഷേ അതല്ല വിഷയം. എല്ലാ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി രാഹുൽ മാങ്കൂട്ടം എന്ന കേരളം കണ്ട ഏറ്റവും വലിയ സൈക്കോപാത്ത് പെർവേർട്ട് MLA ഇതുപോലെ വെളുപ്പിക്കാൻ ഇറങ്ങണമെങ്കിൽ എമ്മാതിരി തൊലിക്കട്ടി വേണം എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. കത്തോലിക്ക സഭയുടെ പേരിൽ അറിയപ്പെടുന്ന ദീപിക പത്രത്തിൽ സ്ത്രീകളെ വശീകരിച്ച് ഗർഭം ധരിപ്പിച്ച് അശാസ്ത്രീയമായി അവരുടെ ഗർഭമില്ലാതെയാക്കി ആവുന്നത്രയും ക്രൂരത ആ സ്ത്രീകളോട് കാണിച്ചിട്ടുള്ള ഒരു പെർവേർട്ടിനെ എന്തിനായിരിക്കും ഇത്ര കഷ്ടപ്പെട്ട് ന്യായീകരിക്കുന്നത് എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അതൊരു ചോദ്യമാണ്. കത്തോലിക്ക സഭ ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിനെയും കൊല്ലുന്നത് പാപമായി കാണുന്നതാണ്. ഒരു തരത്തിലുള്ള ഗർഭനിരോധന മാർഗങ്ങളും ഉപയോഗിക്കരുത് എന്നാണ് വിവാഹത്തിനു മുൻപുള്ള കോഴ്സിൽ അവർ പറയാറ്. ദൈവം തരുന്ന കുഞ്ഞുങ്ങളാണെന്നാണ് പ്രഖ്യാപിത നിലപാട്. ഈ കുട്ടി കോൺഗ്രസിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും വെളുപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് ആരുടെ അച്ചാരം വാങ്ങിയിട്ടാണ് എന്നുള്ളതാണ് ചോദ്യം. കോൺഗ്രസ് വാങ്ങി കയ്യിൽ വച്ചിരിക്കുന്ന ഒരു മാധ്യമമാണ് ദീപിക ഓൺലൈൻ എങ്കിലും അവിടെ വിവിധ മേഖലകളിൽ BJPക്കാർ വരെയുണ്ട് കണ്ടന്റ് തയ്യാറാക്കാൻ എന്നാണ് മനസ്സിലാകുന്നത്. കൂടാതെ കോൺഗ്രസ് IT സെല്ലിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും കിട്ടുന്നുണ്ടാകും. അബോഷൻസിനെതിരെ പരസ്യ നിലപാടുള്ള കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ദീപിക ആണ് റേപ്പിസ്റ്റിനെ നിർബന്ധിത അബോഷൻ നടത്തിയവനെ പുട്ടിയടിക്കാൻ മുന്നിട്ടിറക്കിയിരിക്കുന്നത്. സഭ ഔദ്യോഗിക നിലപാട് മാറ്റിയോ? കേരളത്തിലെ ആദ്യത്തെ മാധ്യമമാണ് ദീപിക. 1887 പബ്ലിഷ് തുടങ്ങിയതാണ്. അതൊരു ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുണ്ടായ പത്രമാണ്. അതുകൊണ്ട് മാത്രമല്ല നല്ല രീതിയിലുള്ള മാധ്യമ ചരിത്രം ദീപിക പത്രത്തിന് അവകാശപ്പെടാനുമുണ്ട്. ആ ചരിത്ര പാരമ്പര്യമാണ് ദീപിക BJP പണത്തിന് വേണ്ടി കളഞ്ഞു കുളിക്കുന്നത്. BJPക്ക് വളരാൻ സഭയുടെ ഒത്താശയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അങ്ങനെ അല്ലെങ്കിൽ കത്തോലിക്ക സഭ അത് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പോസ്റ്റിൽ കത്തോലിക്ക സഭയെക്കുറിച്ചും ആ മാധ്യമത്തെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. BJPയുടെ കാശ് വാങ്ങിച്ചിട്ടാണ് ഈ മാധ്യമം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു ആക്ഷേപം എന്ന് പറയുന്നത്. അങ്ങനെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പതനം ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് BJPയാണ്, CPMനെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പതനം ആഗ്രഹിക്കാത്ത ദീപിക എന്ന് പറയുന്ന പത്രം അത് എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കണമെന്നാണ് ഈ പോസ്റ്റിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തച്ചിൽ നിന്ന് ന്യായീകരിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ പ്രധാനമായിട്ടും ഈ പെൺകുട്ടി പറയുന്ന അല്ലെങ്കിൽ ഈ പെൺകുട്ടി ചെയ്തിരിക്കുന്ന വീഡിയോയിലെ ഒരു വരി എന്ന് പറയുന്നത് അത് പീഡനമോ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമോ എന്ന് കോടതി തീരുമാനിക്കട്ടെ, അല്ലാതെ ഗൗരവമാർന്ന തിരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ലൈംഗികാരോപണ കേസുകളെ ഉപയോഗിക്കരുത്. ആത്മവിശ്വാസമുണ്ടെങ്കിൽ സർക്കാർ ഈ നാട്ടിലെ അടിസ്ഥാന വിഷയങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയണം എന്നുള്ളതാണ്. അതായത് ഈ സംഭവം കോടതി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ബലാത്സംഗമാണ്, പീഡനവുമല്ല ബലാത്സംഗമാണ്. പ്രഥമ ദൃഷ്ട്യാ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്നാണ് കോടതി നിലവിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് അവന് ജാമ്യവും നിഷേധിച്ചു. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പെണ്ണുപിടിയനായിട്ടുള്ള വ്യക്തി ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം നമുക്ക് ചർച്ച ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്നെ ഒരു കുടുംബത്തിനും അടിസ്ഥാനം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഭരണാധികാരി വേണം, ഒരു ജനപ്രതിനിധി വേണം എന്നുള്ളതാണ്. ഒരു കുടുംബത്തിലെ സ്ത്രീയെയോ
കുട്ടിയോ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് ഗാർഹിക പീഡനം നടത്തുന്നു എന്ന് പറഞ്ഞ് അടുത്തേക്ക് വരുന്ന ഒരു സ്ത്രീയോ കയറി പിടിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും അവരെ കബളിപ്പിച്ച് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് കൺസെൻ്റ് എടുത്ത് അവരെ പീഡിപ്പിക്കുന്ന ഒരു ജനപ്രതിനിധിയല്ല നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഇതും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിരിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതൊക്കെ കേരളത്തിലുള്ള ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്നലെ വാസുവിന് ജാമ്യം നിഷേധിച്ചു, അതും ചർച്ചയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ പീഡനം, അതായത് ഒരു ജനപ്രതിനിധി നടത്തിയ പീഡനമല്ലാതെ മാറില്ലല്ലോ എന്നുള്ളതാണ് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതെന്താ ആരോപണ വിധേയരായിട്ടുള്ള CPM നേതാക്കളോട് കാണിക്കാത്ത ഒരു നീതിബോധം മാധ്യമങ്ങൾക്ക് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ മാത്രം എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കോൺഗ്രസിനോട് നീതിബോധം കാണിക്കുന്നില്ല എന്നാണ് ദീപിക പറയുന്നത്. ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയുമ്പോഴും പാർഷ്യലി ശരിയായിട്ടുള്ള കാര്യമാണ് എന്ന് പറയും. കാരണം ഇവിടെ CPMകാർ പീഡിപ്പിക്കുമ്പോൾ അത് കേരളത്തിലെ മാധ്യമങ്ങൾ അതിഭീകരമായിട്ട് ചർച്ച ചെയ്യാറുണ്ട്, അവരെ നാണം കെടുത്താറുണ്ട്, പൊതുസമൂഹത്തിന് മുമ്പിൽ ജനപ്രതിനിധിയുടെ മുഖം തൊലി ഉരിച്ച് നിർത്താറുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ആണല്ലോ എല്ലാ കാര്യങ്ങളും. PK ശശിയുടെ വിഷയം ഇവിടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ലേ? വാളയാർ വിഷയം, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാല് പിടിക്കാനായിട്ട് ആ ദളിത് കുടുംബം പോയി, ആ ചിത്രങ്ങൾ വരെ പുറത്തു വന്നു, അതുവരെ ചർച്ച ചെയ്തു ഇവിടെയുള്ള മാധ്യമങ്ങൾ. മുകേഷിൻ്റെ വിഷയം ഇവിടെയുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ലേ? മുകേഷ് വണ്ടിയെടുത്ത് വീട്ടിൻ്റെ പുറത്തേക്ക് പോകുന്നതും നോക്കി അവിടെയുള്ള മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും മുകേഷിൻ്റെ വീട്ടിൻ്റെ പുറത്ത് പച്ചവെള്ളം പോലും കുടിക്കാതെ 2 ദിവസം കെട്ടിക്കിടന്നു. മുകേഷ് എവിടെ പോകുന്നു എന്നറിയാൻ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ലേ? ചർച്ച ചെയ്തു. എത്ര കാര്യങ്ങൾ കേരളത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. CPMനെ കുറിച്ചൊരു വാർത്ത കിട്ടാനായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ മഴ കാത്ത് നിൽക്കുന്ന വേഴാമ്പലിനെ പോലെ, പ്രത്യേകിച്ച് പെണ്ണ് കേസ് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ആണല്ലോ? ആണ്. പക്ഷേ CPM ഇതിൽ നിന്നും ഊരിപ്പോകുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അല്ലാതെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതല്ലേ ചോദിക്കേണ്ടത്. ഇപ്പം മുകേഷ് MLA, മുകേഷിൻ്റെ ഫസ്റ്റ് ടേം ഉണ്ടല്ലോ, മുകേഷ് കൊല്ലത്ത് ഭരിച്ച MLA ആയി മുകേഷ് വന്നു. ഫസ്റ്റ് ടേം മുകേഷ് വന്ന ശേഷം മുകേഷ് നല്ല പ്രവർത്തനമാണോ കാഴ്ചവെച്ചത്? നിങ്ങൾ പറയുന്ന ഈ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങൾ. മുകേഷ് കൊല്ലത്ത് MLA ആയിട്ട് മത്സരിച്ചു. മുകേഷിൻ്റെ സ്വഭാവം അപ്പോഴും വളരെ നല്ലതൊന്നും അല്ലായിരുന്നു. മുകേഷ് കൊല്ലത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ബഡായി ബംഗ്ലാവിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പോയത്. എല്ലാം കഴിഞ്ഞ് മുകേഷ് തിരിച്ചു വോട്ട് ചോദിക്കാൻ എത്തിയപ്പോൾ മത്സ്യ മാർക്കറ്റിൽ മുകേഷിനെ കൂവുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. ആ കൂവുന്നൊരു കാഴ്ച ഉണ്ടായിട്ടും മുകേഷ് അവിടെ വീണ്ടും ജയിച്ചില്ലേ? അപ്പം ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. മുകേഷ് വീണ്ടും ജയിച്ചു. അപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ 2ാമത്തെ ടേം ഭരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ ഇല്ലാത്ത ആരോപണങ്ങളൊന്നുമില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ശബരിമലയിലെ കട്ടളപ്പടി അടിച്ചുകൊണ്ട് പോയ ആരോപണം പോലും ഏറ്റവും നാണം കെട്ടൊരു സർക്കാരാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 3ാമതും പിണറായി വിജയൻ വരുമ്പോൾ അത് പിണറായി വിജയൻ്റെ കഴിവാണോ, അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ കഴിവുകേടാണോ, അല്ലെങ്കിൽ ജനങ്ങളുടെ അപജയമാണോ എന്നുള്ള കാര്യമാണ് ചിന്തിക്കേണ്ടത്. ജനങ്ങൾക്ക് പിണറായി വിജയനെ മതിയെങ്കിൽ പിണറായി വിജയൻ വീണ്ടും വരും. കോൺഗ്രസിനെ ജനങ്ങൾക്ക് വേണ്ടെങ്കിൽ ജനങ്ങൾ കൊണ്ടുവരില്ല. ഇപ്പം മുകേഷിനെ കൊല്ലത്ത് നിർത്തിയാൽ വീണ്ടും മുകേഷ് ജയിക്കില്ലേ? അങ്ങനെ ജയിച്ച് വന്നാൽ നിങ്ങൾ എന്ത് പറയും? മുകേഷ് വീണ്ടും ജയിച്ച് വന്നാൽ നിങ്ങൾ എന്ത് പറയും? എത്ര ആരോപണ വിധേയരായിട്ടുള്ള MLAമാരും എത്ര ആരോപണ വിധേയരായിട്ടുള്ള CPMകാരും പല ഭാഗത്തു നിന്നും ജയിച്ചിരിക്കുന്നു. അപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്തത് കൊണ്ടാണല്ലോ അവർ ജയിക്കുന്നത്. അപ്പോൾ അത് ചർച്ചയാക്കേണ്ടത് ആരാണ്? ഇവിടുത്തെ പ്രതിപക്ഷവും മറ്റ് ആൾക്കാരുമാണ്. ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടെ അന്തർധാര സജീവമാക്കി പോയി കഴിഞ്ഞാൽ വീണ്ടും കോൺഗ്രസിന് എന്ത് ചെയ്യേണ്ടി വരും? ഭരണപക്ഷത്തേക്ക് വരാൻ പറ്റില്ല, പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇനി പ്രായപൂർത്തിയായ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പരസ്പര സമ്മതത്തോടുള്ള ലൈംഗിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകും? ഇത് സഭയുടെ നിലപാടാണോ? അല്ല, എനിക്കറിയണം. കാരണം കത്തോലിക്ക സഭയിൽ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്. ആ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി വിവാഹിതയല്ല. ഈ വിവാഹിതയല്ലാത്തൊരു സ്ത്രീക്ക് ഒരു പുരുഷനോട് താല്പര്യം തോന്നുന്നു. ആ താല്പര്യത്തിൻ്റെ പുറത്ത് അവർ തമ്മിൽ ലൈംഗിക ബന്ധമാകാമെന്നാണോ കത്തോലിക്ക സഭയുടെ നിലപാട് എന്നുള്ളത് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം നമ്മുടെ നിയമം അനുശാസിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ആവാമെന്ന്, അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, നിയമപരമായിട്ടുള്ള അഭിപ്രായമാണ്. കത്തോലിക്ക സഭയുടെ നിലപാട് എന്താണ് ഈ കാര്യത്തിൽ? ഇതാണ് എനിക്ക് അറിയാനുള്ളൊരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി വേട്ടക്കാരനെ ന്യായീകരിക്കുന്ന കത്തോലിക്ക സഭ അറിയാനായിട്ട് അവരുടെ വിശുദ്ധ ഗ്രന്ഥമായിട്ടുള്ള ബൈബിൾ ഞാൻ ഉയർത്തി കാണിക്കുകയാണ്. ഇതാണ് കത്തോലിക്ക സഭയും ഇവിടെയുള്ള ക്രിസ്ത്യാനികളും പിന്തുടരുന്ന അവരുടെ വിശുദ്ധ ഗ്രന്ഥമായിട്ടുള്ള ബൈബിൾ. എൻ്റെ കയ്യിൽ ബൈബിളുണ്ട്, ഭഗവത്ഗീതയുണ്ട്, ഖുറാനുണ്ട്, എല്ലാമുണ്ട്. ഞാനിതൊക്കെ വായിക്കുന്നതാണ്. ഞാൻ BA ലിറ്ററേച്ചറാണ് പഠിച്ചത്. ആ സമയത്ത് എനിക്ക് ഈ ഗ്രന്ഥം വായിക്കേണ്ടത്, ഇതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്, മലയാളവും വായിച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബൈബിൾ ഞാനൊരു സമയത്ത് നിരന്തരം വായിക്കുമായിരുന്നു. എനിക്ക് ബൈബിളിൽ സുഭാഷിതങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ വളരെയധികം ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളെല്ലാം എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടത് തന്നെയാണ്. ഇതിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 8ാമത്തെ അധ്യായത്തിൽ
യേശു ഒലിവ് മലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കലെത്തി. അവനിരുന്ന് അവരെ പഠിപ്പിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയരും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. അവർ അവനോട് പറഞ്ഞു, ഗുരോ, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്ത് പറയുന്നു? ഇത് അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശു ആകട്ടെ കുനിഞ്ഞു വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? അവർ നിന്നെ വിധിച്ചില്ലേ? അവർ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് 8-ാം അധ്യായത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്. ഈ യേശു ക്രിസ്തുവിൻ്റെ അനുയായികളായിട്ടുള്ള കത്തോലിക്ക സഭ ഇന്ന് നിൽക്കുന്നത് ഈ കല്ലെറിയുന്നവരുടെ കൂടെയാണ്. ഈ കല്ലെറിയുന്ന ആൾക്കാരുടെ കൂടെയാണ് അനുയായികൾ നിൽക്കുന്നത്. അതായത് പറഞ്ഞു വരുന്നത്, വ്യഭിചാരിണിയായിട്ടുള്ള ഒരു സ്ത്രീയോട് പോലും യേശു കാണിക്കുന്ന ആ ഒരു നീതിബോധമുണ്ടല്ലോ, ആ ഒരു നീതിബോധം. ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ ആ സ്ത്രീയെ ഇവൻ ബലാത്സംഗം ചെയ്തതാണ്. ആ സ്ത്രീ ഒരു അബലയായിട്ടുള്ള സ്ത്രീയാണ്. ആ സ്ത്രീ ഇവിടെ വന്നിട്ട് ഭർത്താവ് ഗാർഹികമായി പീഡിപ്പിക്കുന്നു എന്ന് പറയാൻ പോയതാണ്. അപ്പോൾ ആ സ്ത്രീയെ കബളിപ്പിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് ബലാത്സംഗം ചെയ്ത് ഗർഭചിത്രത്തിനായിട്ട് ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ചാടുമെന്ന് പറഞ്ഞ് ആ സ്ത്രീയെ മാനസിക സമ്മർദ്ദത്തിലാക്കിയതാണ്. കുറ്റകൃത്യമല്ലേ? അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക, കുറ്റകൃത്യമല്ലേ? അപ്പോൾ വ്യഭിചാരിണിയായിട്ടുള്ളൊരു സ്ത്രീയോട് പോലും യേശു ക്രിസ്തു എടുക്കുന്ന ആ ഒരു നീതിബോധമുണ്ടല്ലോ. അവരോട് ചോദിക്കുകയാണ്, അവർ നിന്നെ വിധിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ല കർത്താവേ എന്നാണ് ഈ വ്യഭിചാരിണിയായിട്ടുള്ള മറിയം, മഗ്ദലന മറിയം പറയുന്നു. ഇല്ല കർത്താവേ, എന്നെ വിധിച്ചില്ല എന്ന് പറയുന്നു. ആ കല്ലെറിയുന്നവരെവിടെ? കല്ലെറിയുന്നവരൊക്കെ പോയി. അതുപോലെ കല്ലെറിയുന്ന സോഷ്യൽ മീഡിയ കൂട്ടത്തിൻ്റെ കൂടെ ദയവ് ചെയ്ത് കത്തോലിക്ക സഭ നിൽക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് സ്ത്രീകൾ പരാതിയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ് പരാതിയുമായിട്ട് എത്തിയിരിക്കുന്നത്. ആ സ്ത്രീകൾ ഇവൻ്റെ കുടുക്കിൽ പെട്ടുപോയതാണ് എന്ന് ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. പ്രഥമ ദൃഷ്ട്യാ ഇത് നിലനിൽക്കും എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദീപിക നിലപാട് തിരുത്തുമെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത്. കാരണം യേശു ക്രിസ്തുവിൻ്റെ നീതിബോധത്തിൽ ഒരു വ്യഭിചാരിണിക്ക് പോലും നീതി ലഭിക്കും. കല്ലെറിയുന്നവരെ തടഞ്ഞ് ഒരു വ്യഭിചാരിണിക്ക് പോലും നീതി വാങ്ങിക്കൊടുക്കുന്ന യേശു ക്രിസ്തു അവരുടെ അനുയായികളാണ് കത്തോലിക്ക സഭയിലുള്ളത്, അല്ലാതെ കല്ലെറിയുന്നവരുടെ കൂട്ടത്തിലല്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്, ഇപ്പോഴും മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ, സ്ത്രീകളെ വഞ്ചിച്ച് കുടുക്കി ആ സ്ത്രീകളിൽ ഗർഭമുണ്ടാക്കി ആ സ്ത്രീകളെ ട്രോമയിലോട്ട് തള്ളിവിട്ട് ആനന്ദിക്കുന്ന ഒരു ഇര പിടിയനായിട്ടുള്ള ഒരു MLA സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഭൂഷണമല്ല. ഓക്കെ, ശരി.